ിലേക്ക് വിശദമായി കടക്കുകയാണ്. കർണാടകയിലെ ആ ദുരന്ത വാർത്തയിൽ ഞെട്ടലിലാണ്. ഇന്ന് 7ാം ദിവസമാണ്. ഓർക്കണം, മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് നമുക്ക് ഇതുവരെയും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2 ദിവസം മുമ്പ് തന്നെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന, ഏറ്റവും പോസിറ്റീവായ ഒരു വാർത്ത ഉണ്ടാകുമെന്ന് കരുതി. ഉണ്ടായില്ല. ഇന്നലെയും പ്രതീക്ഷിച്ചു. ഇന്നലെ ഉച്ചയോടുകൂടി ഇതുവരെ ഉണ്ടായ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം ഒരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ കാലാവസ്ഥ അങ്ങേയറ്റം പ്രതികൂലമാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ റോഡിൽ വീണടിഞ്ഞ ഈ മണ്ണിനടിയിൽ അർജുന്റെ വാഹനമോ അർജുനോ ഇല്ല എന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ ചില കേന്ദ്രങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ സ്ഥിരീകരിക്കാറാകുന്നില്ല. എന്തായാലും കരയിലെ പരിശോധന പൂർണ്ണമായ ശേഷമായിരിക്കും വെള്ളത്തിലേക്ക് കൂടുതൽ പരിശോധന നീങ്ങുക. പക്ഷേ ഇപ്പോൾ തന്നെ ഈ സ്കൂബ ഡൈവേഴ്സൊക്കെ വന്ന് അവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. മണ്ണിലും ഒപ്പം പുഴയിലും ശക്തമായ രീതിയിലുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് കരയിൽ പരിശോധന നടക്കുന്നത്. ഗംഗാവലി പുഴയിൽ മൺകൂരയുള്ള സ്ഥലത്ത് സ്കൂബ ഡൈവേഴ്സാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. റോഡിൽ ലോറി ഇല്ലെന്ന് പൂർണ്ണമായും ഉറപ്പിക്കുന്നതുവരെ മണ്ണ് നീക്കും. ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? രാവിലെ മുതൽ നടക്കുന്ന സാഹചര്യം നമ്മൾ പരിശോധിച്ച് വരികയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ ഇപ്പോഴെന്ന് വിശദമായി തന്നെ നോക്കാം. കെ വി ബൈജുവുണ്ട്. ഒപ്പം കോഴിക്കോട് വീട്ടിലും ആശങ്കകൾ നിരവധിയുണ്ട്. അവർ കുടുംബം കണ്ണീരുമായി കാത്തിരിക്കുകയാണ്. വിനേഷ് കുമാറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ബൈജു, നമുക്ക് പുഴയിലേക്ക് പരിശോധനാ സംഘത്തിന്റെ പരിശോധന അത് പുഴയിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞു അല്ലേ? നമുക്ക് ഇന്ന് രാവിലെയൊക്കെ അവിടുന്ന് ദൃശ്യത്തിൽ ആ വീണ് കിടക്കുന്ന മൺകൂനയിൽ, പുഴയിലേക്ക് വീണ് കിടക്കുന്ന മൺകൂനയുടെ മുകളിലും അതിന്റെ പരിസരങ്ങളിലുമൊക്കെ സ്കൂബ ഡൈവേഴ്സ് നിന്നുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. പുഴയിൽ വീണ് കിടക്കുന്ന മണ്ണ് മാറ്റണമെന്ന ദുഷ്കരമായ ഒരു ദൗത്യം മുന്നിലുണ്ട് അല്ലേ? തീർച്ചയായും സഹിത്തെ, അതോടൊപ്പം തന്നെ ഈ കരയിലുള്ള മണ്ണ് പൂർണ്ണമായും ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല. ഈ കരയിലുള്ള മണ്ണ് പൂർണ്ണമായും മാറ്റാനുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടത്തുന്നത്. പുഴയിലുള്ള തിരച്ചിലിനൊപ്പം ഈ കരയിലുള്ള മണ്ണ് നമുക്ക് പൂർണ്ണമായും ഇന്നലെ റവന്യൂ മന്ത്രി നടത്തിയ പ്രസ്താവന MK രാഘവൻ MP പോലും അത് പൂർണ്ണമായും യോജിക്കുന്നില്ല. കാരണം അദ്ദേഹവും പറയുന്നത് ഇനിയും മണൽ ഇത്തരത്തിൽ ഈ റോഡ് വശത്ത് തന്നെയുണ്ട്. ആ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന നടപടികൾ അത് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുഴയിലുള്ള തെരച്ചിൽ, ഇത് രണ്ടും ഒരേ സമയത്ത് നടത്തുന്ന ഒരു രീതിയാണ്. പക്ഷേ അപ്പോഴും വലിയ ആധുനിക സംവിധാനങ്ങളുടെ ഒരു ആവശ്യം ഇവിടെ നിന്നും ഉയരുന്നുണ്ട്. കാരണം വലിയ നീളത്തിലുള്ള പ്രദേശത്ത് നിരവധി കിലോമീറ്ററോളം ഈ മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഈ എല്ലാ മണലും എടുത്ത് ലോറിയുണ്ടോ എന്ന് പരിശോധിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ തക്ക കഴിവുള്ള സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ എത്തിയിട്ടുള്ളത് പ്രധാനമായും യുദ്ധമുഖത്തുള്ള ഈ സേനാംഗങ്ങളാണ് നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ഈ മെക്കാനിക്കൽ വിഭാഗമാണ്. അത് ബംഗളൂരുവിലാണ് അവരുള്ളത്. അവരുടെ സാങ്കേതിക സംവിധാനം ഇവിടെ വളരെ അത്യാവശ്യമാണ്. അവരുടെ ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരത്തിൽ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിലാവും. കാരണം വിദഗ്ധരൊക്കെ പറയുന്നത് വളരെ ആഴത്തിലുള്ള ബോംബുകളൊക്കെ കണ്ടെത്തുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഈ ബംഗളൂരുവിലെ ഈ സംഘത്തിന് കയ്യിലുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് MEG ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ സേവനമാണ് ഇവിടെ വളരെ പ്രധാനമായും ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എത്തിയ കരസേനാംഗങ്ങൾ നേരത്തെ ഉണ്ടായ ആ തെരച്ചിലിന് സമാനമായി അവരുടെ കൂടെ ചേർന്ന് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. അതിനും അപ്പുറം ഈ റഡാർ സിഗ്നലിനൊക്കെ ഒരു പരിമിതി ധാരാളമുണ്ട്. കാരണം ഇരുമ്പോ മറ്റ് ലോഹ വസ്തുക്കളോ കണ്ടു കഴിഞ്ഞാൽ അത് ഈ റഡാറിൽ തെളിയും. അത് വെച്ച് നമുക്ക് കൃത്യമായി ലോറിയാണോ, ഇത് അപകടത്തിൽപ്പെട്ട ലോറിയാണോ എന്ന് തിരിച്ചറിയുക പ്രയാസകരമാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ വ്യക്തമാക്കിയതാണ്, വിദഗ്ധർ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ചിത്രം ഈ ലോറിയുടെ അത് കണ്ടെത്തുന്ന ഉപകരണം അത് എത്രയും പെട്ടെന്ന് എത്തണം. ഏതായാലും റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് MK രാഘവൻ MP പറഞ്ഞത്. പക്ഷെ പലപ്പോഴും ഇത്തരം പ്രസ്താവനകൾ വരുമ്പോഴും പിന്നീടും വളരെ വൈകി മണിക്കൂറുകൾക്കപ്പുറമാണ് ഇത്തരത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഓരോ സംവിധാനങ്ങളും എത്തിയതെന്നും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം തുടക്കം മുതലേ നമ്മൾ ഈ സ്ഥലത്ത്, ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്ത് നേരിട്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന മേഖലയിൽ രാവിലെ കുറച്ച് സമയം മാത്രമേ അവിടെ ദൃശ്യം ചിത്രീകരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. തെരച്ചിൽ ആരംഭിച്ചതിന് ശേഷം ആരെയും തന്നെ അതിനകത്തേക്ക് കയറ്റിവിടുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്തായ സ്ഥലത്താണ്.
ഏതെങ്കിലും തരത്തിലൊരു അപകടം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഇത്തരത്തിൽ തടസ്സമുണ്ടാകുമെന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിലേക്കുള്ള ഇപ്പോൾ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. ആ അത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് പരിഗണന. നമുക്ക് അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ എന്ന് കണ്ടെത്തുക തന്നെയാണ് പരിഗണന. ഒപ്പം പ്രാദേശികരമായ രണ്ടുപേർ കൂടി ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. പരാതി അതാണ്. അത് അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ആ തരത്തിലുള്ള തിരച്ചിൽ കരയിലും പുഴയിലും ഒരേ സമയത്തുള്ള തിരച്ചിൽ, പക്ഷേ അത് കുറച്ചുകൂടി ഊർജിതമാക്കണം. കാരണം ഈ ലോറിയുള്ള സ്ഥലം കൃത്യമായി കണ്ടെത്തി അവിടെ പരിശോധന നടത്തണം എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് ഈ സംവിധാനങ്ങൾ എത്തേണ്ടതുണ്ട്. അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇന്ന് ഏറ്റവും പ്രധാനം, ഇന്ന് അവസാന മണിക്കൂറുകൾ, പ്രതീക്ഷയുടെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നു എന്നതാണ്. ഇനി സമയം വൈകിയാൽ ഒരു പക്ഷേ നമുക്ക് സങ്കടകരമായ ഒരു വാർത്തയായിരിക്കും ഇവിടെ നിന്നും നൽകാൻ സാധിക്കുക. ഇപ്പോൾ തന്നെ സമയം വളരെ വൈകിയിരിക്കുന്നു. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മിറാക്കിളിനായാണ് ഇപ്പോൾ പോലും കാത്തിരിക്കുന്നത്. ഇനിയും സമയം വൈകിയാൽ അതല്ല, അതിനപ്പുറത്തേക്കൊരു വലിയ ഒരു ദുഃഖ വാർത്തയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതിന് ഇടവരുത്താതെ ഒരു മിറാക്കിളിന്, ഒരു അത്ഭുതത്തിനായി നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുന്നു. അതിന് സാങ്കേതിക വിദ്യ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ച് അത് സംബന്ധിച്ച പരിശോധന നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും ആ സാങ്കേതിക സംവിധാനങ്ങൾ ഉടൻ എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. സൈത്തെ, ബൈജു സൂചിപ്പിക്കുന്നത് പോലെ അത്തരം പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള നീക്കം തന്നെയാണ് 7ാം ദിവസവും നടക്കുന്നത്.